പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, നമ്മൾ റമദാനിന് ശേഷമാണ് ശവ്വാല്. ശവ്വാലിന്റെ ഒരു പ്രത്യേകത എന്തും വേഗം കണ്ട് ക്ലിക്കാവുന്നുള്ളതാണ്. റമദാൻ മാസേ കഴിഞ്ഞിട്ടുള്ളൂ, തത്വം തുടങ്ങിയിട്ടുള്ളൂ. റമദാന് ലക്ഷ്യമുണ്ട്, ഒരു തത്വമുണ്ട്. അത് ശവ്വാല് മുതലാണ് തുടങ്ങുന്നത്. അതിന്റെ നോമ്പിന്റെ ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ, ലക്ഷ്യം തുടങ്ങണേ ഉള്ളൂ. ഞാൻ 1-2 സ്ഥലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് വെക്കണം എന്ന് അല്ലാഹു തആല ഖുർആനിൽ ഒരു സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ലക്ഷ്യം 200-ലേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശവ്വാലിലാണ് തുടങ്ങുന്നത്, കൃത്യമായും പൂർണ്ണമായും തുടങ്ങുന്നത്. ചില ആളുകളൊക്കെ നോമ്പ് തുടങ്ങിയത് ഈ മാസം കണ്ടുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു മാസം കഴിഞ്ഞ റമദാനിലുണ്ടായിരുന്നു, അത് കണ്ടിട്ട് നോമ്പാണ് തുടങ്ങി. പക്ഷെ ചില ആളുകൾ തുടങ്ങിയത് മാസം തന്ന റബ്ബിനെ കണ്ടിട്ടാണ്. മാസം തന്ന റബ്ബിനെ കണ്ട് തുടങ്ങിയാൽ അടുത്ത ശഅബാൻ വരെ, അടുത്ത റമദാൻ വരെ അത് നീണ്ടുക്കും. മാസം മാത്രം കണ്ട് തുടങ്ങിയാൽ തക്ബീറോട് കൂടിയേ പോവുകയും ചെയ്യും. നമ്മൾ ഏത് വിഭാഗത്തിലാണെന്നുള്ളത് ഇവിടെ ഇന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. റമദാൻ കഴിഞ്ഞ് അതിന്റെ ആസാറ് സമറാത്ത് പ്രകടമായിട്ടില്ലെങ്കിൽ വേജാറ് വേണം. കാരണം അതിനാത്രം പരിക്ക് നമുക്കുണ്ട് എന്ന് അതിന്റെ അർത്ഥം. ഷോറൂമിൽ ഒരു മാസം വണ്ടി നിർത്തി കൊടുത്ത് കാര്യങ്ങളൊക്കെ നന്നാക്കി പൈസയും കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ആദ്യത്തെ സൗണ്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ദേഷ്യം പിടിക്കുമല്ലോ. ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്നു, 5 ലക്ഷം രൂപ ബില്ലും അടച്ച് തിരിച്ചിറങ്ങി കാർക്ക് കയറുമ്പോ അതേ ഊരവേദന പിന്നെയും. ഇത് ഇതേപോലെ ശവ്വാല് മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. റമദാൻ കഴിഞ്ഞിട്ട് നമ്മുടെ കൽബിന്റെ സോക്കട് മാറിയിട്ടില്ലെങ്കിൽ കഴിഞ്ഞൊരു മാസം വെറുതായിപ്പോയി. മഹാനരായ സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹഖീഖ് അൽ മുലഖബ് ബിൽ അതീഖ് ഖാതിലുസ് സിന്ദീഖ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശവ്വാൽ മാസത്തിൽ ഒഴിഞ്ഞിരുന്നുകൊണ്ട് കരയുകയാ. ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അവിടുന്ന് പ്രതികരിച്ചത്, റമദാനിന്റെ നോമ്പുകളുടെ പ്രതിഫലനം പൂർണ്ണമായി പ്രകടമാകുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് കരയുകയാണ്. നമുക്കെന്ത് പ്രതിഫലനം, നമുക്കെന്ത് തഖ്വ? ഈമാനും തഖ്വയൊന്നും തലയിന്ന് ഊരിപ്പോയ കാലല്ലേ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വാതിലിന്റെ ശാസ്ത്രമൊക്കെ കണ്ട് പോയാൽ എത്രയോ എഴുത്തിട്ടും നേർച്ച പൈസ, 10 ചാക്ക് അരി, ഊരവേദന മാറാൻ ദ്വാരക്കണം, 2 ലക്ഷം റുപ്യ കാൽവേദന മാറാൻ ദ്വാരക്കണം, 15,000 റുപ്യ മോളെ കെട്ടിച്ചു പോകാൻ ദ്വാരക്കണം, 25,000 റുപ്യ വിസ കിട്ടാൻ ദ്വാരക്കണം, 50,000 റുപ്യ മരോൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കണം, സുഖപ്രസവം ദ്വാരക്കണം. പക്ഷെ ഒരൊറ്റ കുട്ടി ഈമാനോടെ ജീവിച്ച് മരിക്കാൻ ദ്വാരക്കണം, ഒരു 10 റുപ്യ ഇല്ല. കാരണം അതൊന്നും ഓർമ്മയിലില്ല, ഒന്നും ഓർമ്മയിലില്ല. ഓർമ്മയിൽ വിസി അബുദാബി ഒക്കെ നിറഞ്ഞിക്കണം, ഓർമ്മയിലാവുന്നില്ല. ഞാൻ ഇവിടുത്തെ ഒരു കാര്യമില്ല, പൊതുവെ ഒരുപാട് വേദികളിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന് നമുക്ക് പറയാം. ആളുകളെ തലയിൽ അതൊന്നും വരണില്ല. അങ്ങനെ ഒരു മരണുണ്ട്, ഒരു ഖബറുണ്ട്, അതൊന്നും കൊണ്ട് വരണില്ല. എന്താ ചെയ്യാ? സമാൻ അങ്ങനെ ആയിപ്പോയി. യുഹിബ്ബൂനൽ മൗത്ത് യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത് യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ യുഹിബ്ബൂനദ് ദുനിയ വയൻസൗനൽ ആഖിറ യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. അപ്പോഴാണ് ഈ കുറച്ച് ഹാഫലിയങ്ങളെ വെച്ചുകൊണ്ട് നമ്മളൊരു ഇൽമിന്റെ സാസ് സംഘടിപ്പിച്ചത്. ഇവിടുന്ന് ദ്വാരം നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങളെ കുറിച്ചല്ല ആദ്യം എന്നെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് അതൊക്കെ പറയുന്നത്. ഈ കെട്ടുപോയ ഞാനൊന്ന് നന്നായി കിട്ടണം, അതിനാണ്. അപ്പൊ നിങ്ങൾ കേട്ടോണ്ട് മൈക്ക് വെച്ചോണ്ട് വിരോധമില്ല എന്ന് മാത്രം, അത്രേ ഉള്ളൂ.
അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട മാസമാണ് ശവ്വാൽ. ആത്മാവിന് തഖ്വയുടെ നനവ് കിട്ടുന്ന മാസമാണ്. വല്ലതും പറഞ്ഞാൽ പറഞ്ഞവനും കേൾക്കുന്നവനും ഒരുപക്ഷെ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്ന മാസമാണ്. തഖ്വയാണ് നോമ്പിന്റെ ലക്ഷ്യമെങ്കിൽ അത് പ്രകടമാകേണ്ട വേദി ശവ്വാൽ മുതലാണ്. നോമ്പാണ്ട് കഴിഞ്ഞാൽ ഉടനെ ഹജ്ജിന്റെ മീക്കാത്തായി. ശവ്വാല് സമാനിയ മീക്കാത്തായല്ലോ. ഹജ്ജാണ്ട് കഴിഞ്ഞാൽ പിന്നെ പുതിയ കാലം തുടങ്ങി. മുഹറം ഭയങ്കര സെറ്റപ്പല്ലോ. നോമ്പാണ്ട് കഴിഞ്ഞാൽ ഹജ്ജിന് പോക്ക് തുടങ്ങി. ഹജ്ജാണ്ട് കഴിഞ്ഞാൽ മുഹറം കലണ്ടർ മാറി. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ അടുപ്പിച്ചിങ്ങനെ വെച്ചതിൽ ഇതെല്ലാം പൊരുളുകളുണ്ട് കാര്യങ്ങള്. അപ്പൊ ശവ്വാല് എന്ന് പറഞ്ഞാൽ സൊക്കട് മാറിയോ ഇല്ലേ എന്നുള്ളതിന്റെ ലബോറട്ടറി മാസമാണ്. ഒരു മാസം ഷോറൂമിലായിരുന്നു നമ്മളെ വണ്ടി, ശരീരമാകുന്ന വണ്ടി റമദാനാകുന്ന ഷോറൂമിലായിരുന്നു. അറ്റകുറ്റപ്പണി 30 ദിവസം നടത്തിയിട്ടുണ്ട്. ശവ്വാൽ 1 വണ്ടി പുറത്തിറക്കി. ഇപ്പൊ ഓടാൻ തുടങ്ങി. സിറാത്ത് മുസ്തഖീമാകുന്ന ഹൈവേ റോഡ് ഉണ്ട്, അതിൽ കൂടി ഇപ്പൊ വണ്ടി ഓടുന്നു. പക്ഷെ ഓടുണ്ടോ ഇല്ലേ, കേട് വരുന്നുണ്ടോ ഇല്ലേ, റോഡിന്ന് തെറ്റുന്നുണ്ടോ ഇല്ലേ, നേരത്തെ ഒച്ചപ്പാട് മാറിക്കണോ ഇല്ലേ, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. അതാണ് മനുഷ്യൻ, അതാണ് വിശ്വാസി. അല്ലാതെ വെറും ചോറുക്ക് കറി വെച്ചിട്ട് പയറും കൂട്ടിയിട്ട് ഒന്നായിട്ട് ചാമ്പിയിട്ട് തൊള്ളയും തുറന്ന് തിന്നിട്ട് പള്ളങ്ങനെ ഉറപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഇതൊക്കെ ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം. മനുഷ്യൻ എന്നാൽ ചിന്തിക്കുന്ന മൃഗം എന്നാണ്. ഞാൻ മറ്റൊരു രൂപത്തിലും കൂടെ പറഞ്ഞുതരാം. നോക്കൂ, നമ്മൾ വോട്ട് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ 30 ദിവസം റമദാനിലെ പ്രചരണമായിരുന്നു. ലൈലത്തുൽ ഖദറിൽ കൊട്ടിക്കലാശം കഴിഞ്ഞു. ശവ്വാൽ 1 വോട്ട് ചെയ്യാൻ തുടങ്ങി. നിസ്കാരത്തിന്റെ ചിഹ്നത്തിൽ, ജമാഅത്തിന്റെ ചിഹ്നത്തിൽ, ഇത് ഹജ്ജിന്റെ ചിഹ്നത്തിലൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താ? ഇപ്പോഴത്തെ പ്രശ്നം വോട്ടിംഗ് യന്ത്രം മിസ്റ്റേക്ക് ആയതുകൊണ്ട് എന്തിന് ചെയ്താലും വർഗീയവാദിക്കേ വീഴുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. വൈലുലിൽ മുസല്ലീൻ കണ്ടോ, സ്വലാത്തിന്റെ ചിഹ്നത്തിലാ വോട്ട് ചെയ്തത്, പക്ഷെ ശൈത്താനാകുന്ന വർഗീയവാദിക്കാ വീണത്. നോമ്പിന്റെ ചിഹ്നത്തിലാ വോട്ട് ചെയ്തത്, പക്ഷെ ശൈത്താനാകുന്ന വർഗീയവാദിക്കാ വീണത്. നമ്മുടെ ശരീരം തന്നെ ഒരു രാഷ്ട്രമാണ്. അതിൽ 2 സ്ഥാനാർത്ഥികളുണ്ട്. അലാ ലികുല്ലി ബിനി ആദമ ഫീ ഖൽബിഹി ബൈതാൻ വഫീ അഹദിഹിമാ മലക്കുൻ വഫിൽ ആഖിരി ശൈത്വാൻ. ശരീര രാഷ്ട്രത്തിന് 2 സ്ഥാനാർത്ഥികളുണ്ട്. എപ്പോഴും മത്സരിക്കാണ്. ഒന്ന് ശൈത്താനാണ്, വർഗീയവാദിയാണ്. മറ്റൊന്ന് മലക്കാണ്, ശരീര രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആളാണ്. നമ്മൾ ആർക്ക് വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കണം, ആരെയാണ് ശരീരമാകുന്ന രാഷ്ട്രം ഭരിക്കാൻ ഏൽപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട സമയമാണ്. അതിൻ്റെ ഇടയിൽ കൂടി മറ്റവും കൂടി നിങ്ങൾ വേണമെങ്കിൽ ഉൾക്കൊണ്ടോളിന്ന് മാത്രം ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു മാത്രം. ഞാൻ പറഞ്ഞത് ആത്മീയത, ഇപ്പൊ രാഷ്ട്രീയമല്ല പറഞ്ഞു. പക്ഷേ ഗൗരവത്തിൽ ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. എന്റെയും നിന്റെയും ശരീരമാകുന്ന രാഷ്ട്രം ഭരിക്കാൻ നാം വിടേണ്ടത് ശൈത്താനാകുന്ന വർഗീയവാദിക്കല്ല, മലക്കാകുന്ന ശരീര രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന വിശുദ്ധ സൃഷ്ടി പ്രതിഭാസത്തിനാണ്. കാരണം മലക്കിന്റെ അജണ്ട ശരീരത്തെ സ്വർഗത്തിലെത്തിക്കലാണ്. ശൈത്താനാകുന്ന വർഗീയവാദിയുടെ അജണ്ട ശരീരമാകുന്ന രാഷ്ട്രത്തെ കുട്ടിച്ചോറാക്കലാണ്. നമ്മൾ വോട്ട് ചെയ്യേണ്ടത് മലക്കിനാണ്. റമദാനിൽ കിട്ടിയ ഊർജത്തോടെ, പ്രചരണത്തോടെ, ആവേശത്തോടെ, പ്രകടനത്തോടെ, പ്രചരണത്തോടെ, വിശദീകരണത്തോടെ, ക്യാമ്പിലൂടെ നാം അതാ ആരോഗ്യവാന്മാരായി, അർവാഹ് കൊണ്ട് റൂഹ് കൊണ്ട് ആരോഗ്യവാന്മാരായി. ഇനി ശവ്വാൽ 1 വോട്ട് ചെയ്യുമ്പോ വോട്ട് യന്ത്രത്തിന് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കണോ? അല്ലെങ്കിൽ സലാത്തിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്താലോ, ജമാഅത്തിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്താലോ, ഹജ്ജിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്താലോ, ഉംറയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്താലോ അത് ശൈത്താനാകുന്ന വർഗീയവാദിക്ക് വീഴുന്നതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടത് തസ്കിയത്താണ്. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ മാ തസക്കാ വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ
أبقى. അതേ നിലക്കുള്ള വാക്കുകളൊക്കെ ധൂളികളാണ്, ഒക്കെ പോകും. നിലക്കല് ഇൽമും അമലും മാത്രമാണ്. അതുകൊണ്ടാണ് അഫ്ളലുൽ അമലി അലാ ലഹ്റിൽ അർളി സലാസത്തുൻ. ഒന്ന് തലബുൽ ഇൽമ്, രണ്ട് വൽ ജിഹാദ്, മൂന്ന് വൽ കസ്ബ്. മുഹമ്മദ് മുസ്തഫ ഈ ഭൂമിയുടെ മുകളിൽ തന്നെയും ഏറ്റവും ഉത്കൃഷ്ടമായ സുഹൃതങ്ങൾ ഒന്ന് ഇൽമിനെ തേടലാണ്. ലിഅന്ന ത്വാലിബൽ ഇൽമി ഹബീബുല്ലാഹ്, ഇൽമിനെ അന്വേഷിക്കുന്നവൻ അള്ളാന്റെ മിത്രമാണ്. ഈ സദസ്സിലേക്ക് ഇൽമ തേടിയാണ് നിങ്ങൾ വന്നതെങ്കിൽ അള്ളാന്റെ മലക്കുകൾ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് ഉപരിലോകത്ത് ഹബീബുല്ലാഹ്, അബ്ദുറഹ്മാൻ ഹബീബുല്ലാഹ്, അബൂബക്കർ ഹബീബുല്ലാഹ്, അബ്ദുല്ലാജി ഹബീബുല്ലാഹ്, ഫാത്തിമ ഹബീബത്തുല്ലാഹ്. അങ്ങനെയാണ് ഉപരിലോകത്ത് പറയാ. വന്നത് ദീന് പഠിക്കാനാണെങ്കിൽ എത്ര എളുപ്പം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഉന്നത സ്ഥാനത്തെത്തൂലേ? ലക്ഷ്യം നന്നായ, ലക്ഷ്യം നന്നാണോ? അതാണ് ലക്ഷ്യം നന്നായ. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, കേട്ടുപോകരുത്. ആദ്യമായി പടച്ചവന്റെ ഖുർആനിലേതാ ഹാഫിളീങ്ങളെ സാക്ഷരത്തിയിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് കേൾക്കുമോ? അള്ളാന്റെ കലാമിൽ ആദ്യമായി ഇറങ്ങിയ വഹയ്യ് നിസ്കരിക്കാൻ പറഞ്ഞുകൊണ്ടല്ല, നോമ്പ് നോൽക്കാൻ പറഞ്ഞുകൊണ്ടല്ല, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടല്ല. ആദ്യത്തെ വഹയ്യ് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. അതാണ് ആദ്യത്തെ ആഹ്വാനം. നിസ്കരിക്കാന്നല്ല, വായിച്ചു പഠിക്കാന്ന്. വായിച്ചു പഠിക്കാന്നാണ് ആദ്യത്തെ ആഹ്വാനം. അതാണ് വായിച്ചു പഠിക്കാന്ന്. നമ്മള് 17 തവണ അള്ളഹാനോട് ചോദിക്കണേ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, എന്നെ നീ ഹിദായത്തിലാക്കണേ അല്ലെങ്കിൽ ഹിദായത്തിൽ ഉറപ്പിക്കണേ എന്നൊക്കെ പറയാണ്. എന്നാ സൂറത്തുൽ ബഖറ അതിനൊരു മറുപടി അല്ലേ? ഹിദായത്തല്ലേ എന്നോട് ചോദിച്ചത്? ദാ പിടിച്ചോ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഞാൻ പറഞ്ഞ ഹിദായത്ത് ഇതിലുണ്ട്. ഫാത്തിഹയുടെ ശേഷമല്ല സൂറത്തുൽ ബഖറ വരുന്നത്. ഇതിൽ ഈ സൂറത്തുകളൊക്കെ പരസ്പരം ബന്ധ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. ഏടടുത്ത് സൂറത്ത് റഹ്മാന്റെ തഫ്സീർ നോക്കുമ്പോൾ അതിന്റെ നേരെ മുമ്പുള്ള സൂറത്ത് തമ്മിലുള്ള അത്ഭുതം, ബന്ധം. നേരെ മുമ്പ് സൂറത്തുൽ ഖമറാണ്. അതിലുള്ളത് ചന്ദ്രന്റെ പുലർത്തിയ കഥയാണ്. അതൊരു മോചിതത്താണ്. അവിടെ അല്ലാഹു തആല ഒരു വലിയ അത്ഭുതമായിട്ടൊന്നും പറഞ്ഞു പോണില്ല. ഇക്തറബത്തി സാത്ത് വൻഷക്കൽ ഖമർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോവാണ്. പക്ഷെ ഖുർആന്റെ വലിയ അത്ഭുതം പറഞ്ഞ സമയത്ത് അള്ളാന്റെ പ്രധാനപ്പെട്ട ഒരു ഇസ്മം കണ്ടെടുത്തിട്ട് ഒരൊറ്റ ചവിട്ട അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. കാരണം ചന്ദ്രൻ പിളർന്നതും ഖുർആനും തമ്മിൽ അജഗജാന്തരമുണ്ട്. ചന്ദ്രൻ പിളർന്ന് പറഞ്ഞപ്പോ അവിടെ അള്ളാന്റെ ഒരു ഒറ്റ ഇസ്മും പറഞ്ഞില്ല, ഞെട്ടിക്കണ ഭാഷ ഉണ്ടായില്ല, ഒന്നും പറഞ്ഞില്ല. ആ വിഷയാണ്ട് പറഞ്ഞു പോയി. പക്ഷേ ഖുർആനാകുന്ന അത്ഭുതം പറഞ്ഞപ്പോ അല്ലാഹു തആല അവന്റെ ഒരു ഇസ്മിനെ കണ്ട് എടുത്ത് അതൊരു ആയത്താക്കി മാറ്റി. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. അതാണ് ഈ കുട്ടികള് അശ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ. അശ്റാഫ് ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഏറ്റവും വലിയ സൽഗുണ സമ്പന്നർ ആരെന്നറിയോ? ഉത്കൃഷ്ടർ ആരെന്നറിയോ? ഹമലത്തുൽ ഖുർആൻ, ഖുർആനിന്റെ വാഹകരാണ്. വളരെ കുറഞ്ഞ വീടുകൾ മാത്രമുള്ള, അങ്കുലി പരിമിതമായ തറവാട്ടുകാര് മാത്രമുള്ള, എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന മെമ്പർമാര് മാത്രമുള്ള ഈ കുന്നിൻ പ്രദേശത്തെ ഗ്രാമവാസികളായ നിങ്ങൾക്കിടയില് അവിടെ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ 50ഓളം ഹാഫിളീങ്ങളുണ്ട്. ഈ ഹാഫിളീങ്ങൾ അള്ളാന്റെ കലാമിനെ നെഞ്ചിൽ വഹിക്കുന്നവരാണ്. അർശിന്റെ പ്രകാശത്തെ സംശീകരിച്ചവരാണ്. അള്ളാന്റെ അഹ്ലുകാരാണ്. ഈ ഉമ്മത്തിൽ ഉത്കൃഷ്ടരാണ്. എന്നെ കേൾക്കുന്ന ഉമ്മ, എന്നെ കേൾക്കുന്ന പെങ്ങളെ, എന്നെ
എന്നെ കേൾക്കുന്ന കച്ചവടക്കാരെ, എന്നെ കേൾക്കുന്ന പ്രവാസികള്, ഈ ഹാഫിളീങ്ങളാകുന്ന 50 പേരിൽ ആർക്കെങ്കിലും നമ്മെ കൊണ്ട് അള്ളാഹു അന്നം കൊടുത്താൽ, വസ്ത്രം കൊടുത്താൽ, അവരെ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കി മാറ്റുന്ന സമയത്ത് അവിടെയുള്ള സാമ്പത്തികമായ ഫണ്ടിലേക്ക് പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ ഔദാര്യത്തിൽ നിന്ന് വല്ലതും നമ്മൾ മുഖേന അള്ളാഹു അങ്ങ് നടത്തിയ അഷ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ, എന്റെ ഉമ്മത്തിലെ ആധ്യാത്മിക വിഐപികളോ ഖുർആനിനെ വഹിക്കുന്നവരാണെന്ന് മുസ്തഫ നബിയുടെ രാജവചനത്തിന്റെ സാക്ഷാത്കാരമായി നമ്മളങ്ങ് മാറിയാൽ, അള്ളാന്റെ കലാമ് മനഃപ്പാടമാക്കുന്ന മഹാന്മാരാകുന്ന ഹാഫിളീങ്ങള് നാളെ സിറാത്ത് പാലം വിട്ടുകിടന്നുകൊണ്ട് പാലാറ് വീഞ്ഞാറ് തേനാറ് കളകളാരവും മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുമ്പോ അവർക്ക് വേണ്ടി അരി കൊടുത്തവരില്ലേ, പണം കൊടുത്തവരില്ലേ, വസ്ത്രം കൊടുത്തവരില്ലേ, സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചവരില്ലേ? ഇന്നും ഞാൻ റൂമിലിരിക്കുമ്പോൾ അരിച്ചാക്കുമായി ഒരാള് വന്നുകൊണ്ട് ഇവർക്ക് നേർച്ചയാക്കിയതാണ്, അള്ളാഹുവേ അദ്ദേഹത്തിന് മൂത്രക്കല്ലിന്റെ അസുഖമുണ്ടെന്ന് പറഞ്ഞു, നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ഈ ഉമ്മത്തിലെ ഉത്കൃഷ്ടരായ ഒരു വിഭാഗത്തിന്റെ പഠനവേദിയിലേക്ക് നേർച്ചയാക്കിയ ഒരാണിനെയും പെണ്ണിനെയും നിരാശപ്പെടുത്തല്ല അല്ലാ, നിരാശപ്പെടുത്തല്ല അല്ലാ. ഇതിന്റെ മേലെ ഒന്നുമില്ല. ഖുർആന്റെ അഹ്ലുകാരാ അത് ഹിഫ്ളാക്കുന്നവരും ആ ഹിഫ്ള് നിലനിർത്തുന്നവരും അതുവഴി ആലിമീങ്ങളാകുന്നവരും. അതിന്റെ മേലെ ഇനി ദുനിയാവിൽ ഒന്നുമില്ല. ഇൽമ അമല് മാത്രമേ നിലക്കൊള്ളൂ, മറ്റതുള്ളൊക്കെ തൂറ്റിപ്പോവും, മറ്റൊക്കെ പൊട്ടിപ്പാളീസായി പോകും. ഇൽമ അമല് മാത്രമേ, അതിന്റെ മേലെ ഒന്നുമില്ല. ഇൽമ അമല് ഇതിന്റെ മേലെ ഒന്നുമില്ല. നമ്മൾ സാധാരണ മലക്കുകൾ പറയുമ്പോ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ എന്നല്ല പറയാ, അല്ലേ? അങ്ങനെ അല്ലേ? അങ്ങനെയല്ല പറയാ. എന്തെങ്കിലൊന്നും ഉണ്ടാത്ത അങ്ങനെയല്ല പറയാ. ഇസ്രാഫീൽ, മീകായിൽ, ജിബ്രീൽ, അസ്രായിൽ എന്ന് പറയലുണ്ടോ? ഇല്ല. കാരണം എന്താ പറയുക, മീകായിൽ ഇസ്ലാമിന്റെ ചാർജ് ഇടിമിന്നുമാണ്. ഇസ്രാഫീൽ അലി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം സൂറന്ന കാളും പിടിക്കലാണ്. അസ്രായിൽ അലി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം റൂഹിനെ പിടിക്കലാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം ഇൽമുമായി ബന്ധപ്പെട്ട. ഞാൻ ഇതിന്റെ മേലൊന്നുമില്ല, ഒക്കെ അതിന്റെ താഴെ. എന്നാലാണെങ്കിൽ ആ ഉത്തരവാദിത്വം ഔദ്യോഗികമായി 1500 കൊല്ലായിട്ടില്ല, ഒഴിവായിക്കണ്. മറ്റുള്ള മലക്കളുടെ ഉത്തരവാദിത്വം എപ്പോഴും ഉണ്ട്. അസ്രായിൽ ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം 1500 കൊല്ലായിട്ടില്ലെങ്കിൽ നമ്മൾ ആരും മരിക്കൂലല്ലോ. ആ ഉത്തരവാദിത്വം എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം ഒഴിവായിട്ടില്ല, ഇപ്പോഴും സൂറന്ന കാലം പൊക്കിയിട്ടിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇസ്രാഫീൽ സൂറന്ന കാലം പിടിച്ചിരിക്കണ രംഗം ഇങ്ങനെ മദീന പള്ളിയിൽ നിന്ന് വിശദീകരിച്ചപ്പോ സഹാബാക്കൾ ചിലർ ബോധം കെട്ടുപോകും. ബാക്കിയുള്ളവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ എന്താണ് ചെയ്യാ മുത്തുനബി എന്ന്. മുത്തുനബി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കൂലു അങ്ങോട്ട് ചൊല്ലിക്കോളി, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അപ്പൊ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിനെ പടച്ചുകൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് സൂറന്ന കാലം ഏൽക്കല, അത് വഹിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഉള്ളത്. അസ്രായിൽ അലൈഹി ഇസ്ലാം ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട്, അതിപ്പോഴും ഇന്ന് രാത്രി നടന്നിട്ടുണ്ട്. മീകായിൽ അലൈഹി ഇസ്ലാമിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അബുദാബിയിലും അതുപോലെ ഒമാനിലൊക്കെ നന്നായിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. ഇപ്പോഴും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇടിയും മിന്നും മഴയൊക്കെയാണ്, അത് കാറ്റൊക്കെ. എന്നാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ ഏൽപ്പിച്ച വഹീന്റെ ഉത്തരവാദിത്തമുണ്ട്, അത് 1500 കൊല്ലായിട്ടില്ല. എന്നാലും മഹാന് ജിബ്രീലാണ്, അതിന്റെ താഴെ മറ്റുള്ളവർക്ക്. കാരണം സംഗതി ഔദ്യോഗികമായിട്ട് ഇപ്പൊ പ്രവർത്തന രംഗത്ത് ഉണ്ടോ എന്നുള്ളതല്ല, അവർ ഏൽപ്പിച്ച വിഷയത്തിന്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. ഇൽമിന്റെ അമലിന്റെ മേലെ ലോകത്തൊന്നുമില്ല. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന പെങ്ങന്മാരെ,
അറിയില്ലേ ഈ ശവ്വാൽ മാസത്തിന്റെ പ്രത്യേകതയിൽ ഒന്ന്, ഈ ശവ്വാൽ മാസത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഒന്ന്, ഇത് ഇമാം ബുഖാരി എന്ന വൈജ്ഞാനിക നഭോമണ്ഡലത്തിലെ ഇതിഹാസം ജനിച്ചതും വഫാത്തായതും ശവ്വാലിലാണ്. ഈ മക്കളുടെ ഉമ്മമാരും വാത് കേൾക്കുന്നുണ്ട്, നേരിട്ട് കേൾക്കുന്നവരും ലൈവിൽ കേൾക്കുന്നവരുമുണ്ട്. എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇമാം മഹാനായ മുഹമ്മദ് ഇസ്മായിലുൽ ബുഖാരി അറിയില്ലേ, ലോകത്ത് വിശുദ്ധ ഖുർആന് കഴിഞ്ഞാൽ കക്ഷിപക്ഷ ഭേദമന്യ സർവാത്മന അംഗീകരിക്കപ്പെടുന്ന പ്രമാണം അത് സ്വഹീഹ് ബുഖാരിയാണ്. അത് എഴുതിയത് മുഹമ്മദ് ഇസ്മായിലുൽ ബുഖാരിയാണ്. അവര് ജനിച്ച കുഞ്ഞായ സമയത്ത് അന്ധനാണ്, രണ്ട് കണ്ണിനും കാഴ്ചയില്ല. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളായിരുന്നു ഇമാം ബുഖാരി. ഉമ്മാരെ ശ്രദ്ധിച്ചോളൂ. ഈ കുട്ടിനെ മടിയിലിട്ടിട്ട് ഉമ്മാന്റെ കരയാൻ തുടങ്ങി. ഉമ്മാന്റെ കണ്ണീര് ഭയങ്കരമാണ്. ലോകത്ത് ഉമ്മാന്റെ കണ്ണീര് കൊണ്ട് വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളറിയില്ലേ, കേരളത്തിലൊരു അബ്ദുറഹീം 34 കോടിയാണ് ചില്ലറ ഈസം കൊണ്ട് സമാഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി മോചനത്തിന് വേണ്ടി മലയാളികൾ സംഭരിച്ചത് 34 കോടിയാണ്. അത് അബ്ദുറഹീം നിരപരാധിയാണെന്ന് മലയാളികൾക്ക് ബോധ്യപ്പെട്ടില്ലെന്നാണ് ആ പിരിവുണ്ടായതെന്നുള്ളത് ഞാൻ അംഗീകരിക്കൂല. കാരണം അദ്ദേഹം 18 കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാവരും മുമ്പിലും. പക്ഷെ ആരും കൽബ് ഇളകിയില്ല. ഇളകിയത് ഉമ്മാന്റെ കണ്ണീരുണ്ട്. അദ്ദേഹം 18 കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാ. പക്ഷെ മലയാളികൾക്കൊന്നും അങ്ങനെ കൽബ് അങ്ങോട്ട് ഇളകിയില്ല. ഇളകിയത് എപ്പോഴാണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു ഉമ്മ ഉണ്ട്, ഫറൂഖ് എന്നാണ്ട് അറിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉമ്മ ഫറൂഖിലെ പൊരയിലെ കൊലായിലിരുന്നു കൊണ്ടങ്ങ് കരയാൻ തുടങ്ങിയപ്പോൾ ഉമ്മാന്റെ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീര് കണ്ടപ്പോ അബൂബക്കറും പറങ്കോടനും കുമാരും ജാസഫിന്റെയും ഒക്കെ കൽബങ്ങ് പൊട്ടുകയാണ്. ഉമ്മാന്റെ കണ്ണീര് കൊണ്ട് അദ്ദേഹത്തിന് 34 കോടി കിട്ടി. ഉമ്മാന്റെ കണ്ണീര് കൊണ്ട് അദ്ദേഹത്തിന് ജോലിയായി. ഉമ്മാന്റെ കണ്ണീര് കൊണ്ട് അദ്ദേഹത്തിന് ഉംറയ്ക്ക് വിസക്ക് വാഗ്ദാനമായി. ഉമ്മാന്റെ കണ്ണീര് കൊണ്ട് അദ്ദേഹത്തിന് വീടുണ്ടാക്കി കൊടുക്കാമെന്ന് ചിലര് ഏറ്റു. ഉമ്മാന്റെ കണ്ണീര് കൊണ്ട് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് കട കൊടുക്കാമെന്ന് ചിലര് ഏറ്റു. ഉമ്മാന്റെ കണ്ണീര് കൊണ്ട് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് ഉമ്മായും വിസക്ക് ഉംറയ്ക്ക് കൊണ്ടുപോകാമെന്ന് ചിലര് ഏറ്റു. ഇതിന്റെ ഒക്കെ കാരണം കൽബ് പൊട്ടിയ ഒരു ഉമ്മാന്റെ കണ്ണുനീരാണ്. ഉമ്മമാരെ, മക്കൾക്ക് വേണ്ടി നമ്മൾ കരയണോ? ആഖിറത്തിന് വേണ്ടി കരയണോ? മുഹമ്മദ് ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ കണ്ണ് കാണാത്ത കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നുമോനെ നോക്കിയിട്ട് പൊട്ടി പൊട്ടി കരയുകയാ. അല്ലാ അല്ലാ, എന്റെ ഈ മോനെ നീ കാഴ്ച കൊടുക്കണേ റബ്ബേ. പ്രാർത്ഥിക്കുന്ന ഉമ്മാന്റെ കൽബകത്ത് കാഴ്ച കിട്ടിയാൽ ഈ മോനെ ദീനിന് വേണ്ടി സമർപ്പിക്കുന്നതാണെന്ന ചിന്ത വന്നപ്പോ അതിൽ നിന്ന് വിരിഞ്ഞതല്ലേ വൈജ്ഞാനിക പ്രഭുവായ ഹദീസിന്റെ ലക്ഷപ്രഭുവായ ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ തർക്കമില്ലാതെ അംഗീകരിക്കപ്പെടുന്ന പ്രമാണത്തിന്റെ രചയിതാവായ മുഹമ്മദ് ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു. അവരെ ബർക്കത്തോണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ഒന്നുകിൽ ആലിമാവുക, അല്ലെങ്കിൽ മുത്താലിമാവുക, അല്ലെങ്കിൽ അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, അല്ലെങ്കിൽ അവർ സ്നേഹിക്കുക. ഈ നാലാലൊരു വിഭാഗത്തിൽ പെട്ടില്ലെങ്കിൽ അപകടമാണ്, പരാജയമാണ്, പരലോകത്ത് ദുരിതമാണ്, നാരകീയ ദുരന്തമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ഈ സദസ്സിൽ ദീർഘമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എണീറ്റ് പോകുന്നതിന് മുമ്പ് ഇത്രേ ഹാഫലയങ്ങളെ കണ്ടുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇവർക്ക് വേണ്ടി ബുദ്ധിയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളി, എന്തെങ്കിലുമൊക്കെ കൊടുത്തോളി. വെറുതാവൂല. ആഖിറത്തിലെത്തിയാലേ ഈ കളിയൊന്നും നടക്കൂല. മക്കളെ ദീനുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച് നടപ്പിലായിക്കോളി. 10 മക്കളുണ്ടായിട്ട് ഈ 10ഉം നമ്മൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ അറിയാത്തവരാണെങ്കിൽ കാക്ക എന്തിനാ ഈ 10 എണ്ണത്തിന് ഭക്ഷണം കൊടുത്ത് പോറ്റിയത്? 10ഉം 12ഉം മക്കളും ഒരൊറ്റൊന്നും പടിഞ്ഞാട്ട് വീണില്ല. എന്തിനാണോ ഇതിന് അബുദാബി പോയത്? ഈറ്റിങ്ങളെ പോറ്റാനോ?
8-9 മക്കളുണ്ടായിട്ട് ഒന്നും പാന്തം കെട്ടി വലിച്ചാലും പടിഞ്ഞാട്ട് പോകൂല. എന്തിനാണോ കൊയ്ത്ത് പോയത്? ഇവരെ പോറ്റാനോ? എന്തിനാ ആയുസ് കളഞ്ഞത്? എന്തിനാ കഷണ്ടിത്തലായത്? എന്തിനാ ഷുഗർ ഉണ്ടായത്? ഇവരെ പോറ്റാനോ? ഗൗരവത്തിൽ വാപ്പാരെ എത്തിച്ചോളി. ഇങ്ങനെ ഒരു കുട്ടിനെ ഉണ്ടാക്കി വളർത്തി എന്നിട്ട് കബറ് പോയി കിടന്ന അതിന്റെ അന്തസ് ഉണ്ടാവും. അല്ല, തലമക്ക് അങ്ങോട്ട് നോക്കിയാൽ കോത്താമ്പിന്റെ മായിത്തൊരു സാധനം, ഊരമക്ക് അങ്ങോട്ട് നോക്കിയാൽ പഴയ പള്ളിന്റെ മിറാബുമായിട്ടൊരു സാധനം, കാൽമക്ക് അങ്ങോട്ട് നോക്കിയാൽ ഇത് ക്രിസ്ത്യാനിയാണോ ജൂതനാണോ തിരിയാത്ത സൈസ് ഒരു കാല്, ഞെരിയാനൊക്കെ മറച്ചിട്ട് പാൻ്റൊക്കെ അടിക്ക് വന്നിട്ട്. ഞാൻ മെനിഞ്ഞാന്ന് വാതിനപ്പോ 4 കുട്ടികൾ അടിയല്ലാത്തൊക്കെ കഴിഞ്ഞു. കാരണം മൂത്രപ്പരയിൽ ഞാനിരിക്കുന്നവര് കണ്ടിട്ടില്ല. കേറിയിട്ട് 2-3 മൂത്രമൊഴിച്ചിട്ട് മനോഹരിക്കാതെയാണ് പള്ളിയിൽ കയറുന്നത്. മനോഹരിക്കാതെ. ഞാൻ ആദ്യം അവിടുത്തെ ഖത്തീബിനോട് പറഞ്ഞു. ആള് പറഞ്ഞു ഇതിവിടെ പതിവാണ്. കാരണം അവർക്ക് അതിനൊന്നും സമയമില്ല. നേരാണ് പോവാ, ഇത് കണ്ട് കീക്ക, പൈപ്പ് അങ്ങോട്ട് തുറക്ക, വെള്ളം കണ്ട് ചീറ്റ, പിന്നെ അങ്ങോട്ട് നീച്ചോടുക. ഒന്നിനും സമയമില്ല. കയ്യിൽ മൊബൈലാണ്. മൊബൈൽ ഇറങ്ങിയോട് കൂടി പകുതി മുക്കാലും പോയി. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. നാളെ നിങ്ങളെ പരലോകത്ത് മക്കൾ തേടിത്തരയുന്നത് എന്തിനാണെന്നറിയോ? ബാപ്പ എവിടെയെന്ന് നോക്കുകയാണ് മക്കള്. എന്തിനാണ് ഉമ്മമാര്? ഉമ്മ എവിടെയാണെന്ന് നോക്കുകയാണ് മക്കള്. പരലോകത്ത് അവർക്ക് ആവശ്യമുള്ളത് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഏക്കറക്കണക്കിന് പറമ്പുകളില്ലേ, തെങ്ങും തോട്ടങ്ങളില്ലേ, കഴുങ്ങും തോട്ടങ്ങളില്ലേ, പെൺമക്കൾക്ക് കൊടുത്ത ആഭരണങ്ങളില്ലേ, ഇതൊന്നുമല്ല പരലോകത്ത് പരിഗണിക്കുന്നത്. പരലോകത്ത് പണം പരിഗണിക്കൂല. നിങ്ങൾ മരിച്ചു പോകുമ്പോ കോടിക്കണക്കിന് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നില്ലേ, അത് മക്കള് അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുത്തില്ലേ? വാപ്പാ, ഇതിലൊന്നും മഹ്ശറിയിൽ വില പോകൂല. മഹ്ശറിൽ മക്കൾ നിങ്ങളെ തരയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പടച്ചവനെ പഠിപ്പിച്ചില്ല എന്ന പ്രതിസന്ധിയും പരാതിയും പറയാൻ മക്കൾ നിങ്ങളെ തെരഞ്ഞു നടക്കുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. അതിന്റെ തഫ്സീറിൽ ചില ഇശാറത്തുകൾ കാണാം. അവിടെ ബാപ്പമാര് മക്കളെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ്, ഉമ്മമാര് മക്കളെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ്, ജ്യേഷ്ഠന്മാര് അനുജന്മാരെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ്. അതിന് കാരണങ്ങൾ പറയപ്പെട്ട സ്ഥലത്ത് കാണാം. കടമ തീർക്കാത്ത മക്കളെ കാണുമ്പോ, കടമ തീർക്കാത്ത വാപ്പ മക്കളെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ്. കാരണം എന്താണ് കടമ? അത് പറമ്പ് കൊടുക്കലല്ല, പൊന്നു കൊടുക്കലല്ല, വെള്ളി കൊടുക്കലല്ല, സ്വർണം കൊടുക്കലല്ല, ദുർഹം കൊടുക്കലല്ല, ദീനാറ് കൊടുക്കലല്ല. എന്താണ് മക്കളോടുള്ള കടമ? അത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞു കൊടുക്കലാണ്, അള്ളാനെ പറയല, അള്ളാനെ പറയലാണ് ലക്ഷ്യം. അത് മക്കൾക്ക് പഠിപ്പിക്കുന്നുണ്ടോ? അത് മക്കൾക്ക് പഠിപ്പിക്കുന്നുണ്ടോ? അള്ളാനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. 8-9 മക്കൾ ഉണ്ടായിട്ട് നമ്മൾ പടച്ചോൻ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചില്ല, റസൂലുള്ളാനെ പഠിപ്പിച്ചില്ല, മൗത്ത് പഠിപ്പിച്ചില്ല, ഖബർ പഠിപ്പിച്ചില്ല. എടോ, ഇതൊന്നും പഠിപ്പിക്കാതെ എന്തിനായി മക്കള്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരുണ്ടാക്കിയത്? നരകത്തിന് വേണ്ടിയിട്ടോ? ഗൗരവത്തിൽ ചിന്തിക്കണം. എന്നെ വേണമെങ്കിൽ വാതിൽ വെച്ചാൽ മതി, എന്റെ വാതിൽ ഇങ്ങനെയൊക്കെ ഇതിന് വേണ്ടിയിട്ടാ. കാരണം എനിക്ക് വാതിൽ കിട്ടണം, അടുത്ത സ്റ്റേജിൽ സോപ്പിടണം, എന്നിട്ട് വേറെ ഇങ്ങനത്തെ ഒരാളല്ലേ. ഹക്ക പറയണം, ദീന് പറയണം, അതിന് കിട്ടുന്ന വേദികൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഈ മലയാളിമാരൊക്കെ സോപ്പിട്ട് അലാസ്റ്റിക് വാതൊന്നും എൻ്റെ അടുത്ത് കിട്ടൂല. വാതിലിൻ്റെ അടി ചിലപ്പോൾ അലാസ്റ്റിക് വന്നൂടാ ഇല്ല, പക്ഷെ അതിനായിട്ട് പോലില്ല. അതിനുണ്ടല്ലോ ഒരു 10 രൂപ കിട്ടുമ്പോഴത്തേന് ആ മലയാളിനെ ഒന്നായിട്ടിട്ട് ചാമ്പിയാണ്ട് ഭയങ്കര ദ്വായും താടി മീശയും വരട്ടിട്ടാണ് ഇത്. അതൊന്നും എൻ്റെ അടുത്ത് കിട്ടില്ല. ഉള്ള കാര്യങ്ങളൊക്കെ പറയാ, അതിൽ വരണൊക്കെ വരിക, അത്ര അതാണ് വാള്. മറ്റേത് കൊസറാങ്കൊള്ളി എന്നാണ്.
കൊസറാൻ കൊള്ളിട്ട് കുറെ ആളല്ലേ നമ്മൾ നടക്കണം, അതുകൊണ്ട് കാര്യമില്ല. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. മൊബൈലിക്ക് നോക്കുന്ന ആൾക്കാർ, നോക്കാത്ത ആൾക്കാർ ചിന്തിക്കണം. സാഹസിൽ ഇരുന്നിട്ട് ആവശ്യമില്ല മൊബൈൽ നോക്കുന്ന ആൾക്കാർ ഗൗരവത്തിൽ എടുക്കും. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാൻ പെടുത്തരാ ഒളുവിന്റെ ഇടയിൽ മൊബൈൽ നോക്കണ, ഒളുവിന്റെ ഇടയിൽ എങ്ങനെയുണ്ട്? എനിക്ക് ആ ചങ്ങാനോട് പറയാൻ തോന്നി അത്തയ്യാത്തിന്റെ ഇടയിൽ നോക്കിക്കൊണ്ടിരുന്നു. ഒളുവിന്റെ ഇടയിൽ, ഒളുവിന്റെ ഇടയിൽ മൊബൈൽ തോന്നുക. ഇവനേക്കാളും വലിയ അന്താരാഷ്ട്ര ഭ്രാന്തം വേറെ ഉണ്ടോ? നീ എപ്പോഴാണോ ഹത്തീമാര് മിമ്പറിന്റെ ഉള്ളിൽ നിന്നിട്ട് 2 കുത്തുബിന്റെ അടിയിൽ തോണ്ടുക എന്നറിയില്ല. അക്കോളത്തേക്കപ്പൊ പോണേ ഒക്കെ പുറത്തം വിട്ട രൂപത്തിൽ. ഇത് കണ്ട് ഇറങ്ങിയോടുകൂടി സംഗതി ഭയങ്കര വിഷയമാണ്. എന്ത് മറന്നുവെച്ചാലും നമുക്ക് പ്രശ്നമില്ല. ഇനി പെണ്ണുങ്ങൾ ബസ്സിൽ കുട്ടികളെ മറന്നുവെച്ചാലും പ്രശ്നമില്ല. കണ്ടക്ടർ പറയണം നിങ്ങളെ കുട്ടികളായിരിക്കണം, ആകെ ഒന്ന് തന്നാൾ ഞാൻ മറന്നുവെച്ചാന്ന് പറയും. നേരെ മറിച്ച് കണ്ടക്ടർ പറയണം നിങ്ങൾ മൊബൈൽ എവിടെ. അതെന്താ മൊബൈലിനോട് ഇത്ര? അതെന്താ അറിയോ? അത് വേറൊരുത്തന്നെ കൈ കിട്ടിയാലേ ഇത് ആരാന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ്. സംഗതി നല്ല നിസ്കാരത്താകുമ്പോൾ ഉണ്ടാവും, തൊപ്പിയൊക്കെ ഉണ്ടാവും. പക്ഷെ മൊബൈൽ വാങ്ങിയിട്ടൊന്ന് പരിശോധിച്ചാൽ പിന്നെ ഏതാ സൈസ് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഈ രഹസ്യം ആർക്കും വിട്ടുകൊടുക്കില്ല. അതാണത്. എല്ലായിടത്തും ഉഷാറായിരിക്കും, പിരിവിൽ ഉഷാറായിരിക്കും, എത്തിങ്കാണിയിൽ ഉഷാറായിരിക്കും. പക്ഷെ ഇതൊന്നും എടുത്തു നോക്കിയിട്ടും തോണ്ടിയാൽ മതി ആളെങ്ങനെയുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെയല്ലേ ചിലതൊക്കെ. ഇപ്പൊ ഹജ്ജും ഉംറയൊക്കെ ശരിയാക്കണമെന്ന് മനസ്സിലായാലും ഞാൻ എവിടെ നിന്നറിയോ, തിരിച്ചു വരുന്ന സമയത്ത് ഈ സംസം വെള്ളം എടുക്കാനും മറ്റൊക്കെ ഇങ്ങനെ കറങ്ങുന്ന സ്ഥലത്തുണ്ടാവും യാജിമാരിങ്ങനെ നിൽക്കണം. അവിടെ നിന്ന് കുറച്ചു നേരം നിന്നാൽ മതി, വെറുതെ സ്വയം കബൂലയിക്കണമല്ലോ എന്ന് മനസ്സിലാവും. അവരോരോരുത്തരുടെ ഡയലോഗും പരിപാടി. റമദാൻ ശരിയാക്കണോ ഇല്ലേ, അത് പെരുന്നാൾ ശേഷം നമ്മളെ കുറിച്ച് വിലയിരുത്തിയാൽ മതി, എങ്ങനെയുണ്ട് മനസ്സിലാവും. മർമ്മത്ത് കൊണ്ടുക്കണോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവും. ഓരോന്നിനും ഓരോ മനസ്സിലാവാനുള്ള സീസൺ. നമ്മളെ സ്വതക്കകൾ ജാരിയാണോ അല്ലേ? ജാരിയ സ്വതക്കാവണല്ലോ. എപ്പോഴാ ജാരിയാകുന്നവരോ? ഞാൻ ഹാഫലിയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പിരിവ് വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, പഠിച്ചോനെ സ്വർഗത്തുക്കുള്ളൊരു അവസരം മൂല്യര് തുറന്നല്ലോ ഇന്റെ അവകഥ, അത് ജാരിയ സ്വതക്ക. അല്ലെങ്കിലോ ഈ അലാ കുടിച്ചോനും തുടങ്ങിയോ പിരിവ്, ഇനി എന്താ ഇപ്പൊ ചെയ്യാ? കൊടുക്കല്ലാതെ ഇരിക്കട്ടെ ഒരു ചാക്ക്, അത് ജാരിയല്ല, അതവിടെ കെട്ടിക്കിടും. അതാണ് ജാരി. എന്താ? കൊടുക്കാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക, കൊടുത്തതിൽ സന്തോഷിക്കുക. അതാണ്. കാരണം ഇതൊക്കെ റബ്ബിന്റെ പണിയാണ്, നമ്മളതിന് കാരണക്കാരാവുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൊടുത്തതൊന്നും പോണില്ല, തിരിച്ചു കിട്ടണ. റാബിയത്തുൽ അദവിയയുടെ വീട്ടിൽ റളിയല്ലാഹു അൻഹ 3 ആളുകൾ ഒരു നോമ്പ് കാലത്ത് വന്നു, പരീക്ഷണാർത്ഥവും കൂടി വന്നതാണ്. അവരെ വീട്ടിൽ ആകെ ഒരു 3 പത്തിരിയുള്ളത്. 3 പത്തിരി, 3 പത്തിരിയുള്ളത്. ഈ 3 പത്തിരി 3 ആളുണ്ട്. റാബിയത്തുൽ അദവിയോട് പറഞ്ഞു ഞങ്ങള് ഭക്ഷണം തീരെ അത്താഴം പോലും ശരിക്കും കഴിക്കാത്ത അവസ്ഥയിലാണ്. എനിക്ക് നമുക്ക് നോമ്പറക്കാറുണ്ട്. ഇവര് നോക്കുമ്പോൾ 3 പത്തിരി ഉള്ളൂ. അവർക്ക് ബേജാറ്, ഈ 3 പത്തിരി കൊണ്ട് 3 ആളെ അതെങ്ങനെ നോമ്പറക്ക? അതിന്റെ ഇടക്കാണ് വേറൊരു പാവപ്പെട്ട വന്നത്. ആള് പറഞ്ഞു ഞാൻ പട്ടിണിയിലാണ് ദിവസങ്ങളായിട്ട്, നോമ്പ് തുറക്കാനും കിട്ടലില്ല. ആ 3 പത്തിരി ആൾക്കാണ്ട് കൊടുത്തു. വന്ന പെണ്ണുങ്ങൾക്ക് ആകെ പേടിയായി, ഉള്ളതും പോയല്ലോ. ഇനിയിപ്പോ വാങ്ങിക്കൊടുക്കുമ്പോ എന്തെന്നാ ചെയ്യാ? ആകെ പേടി. അപ്പോ റാബിയത്തുൽ അദവി ഇവരോട് പറഞ്ഞു പോലെ അവിടെ നിൽക്ക്, നമുക്ക് നോമ്പറന്നിട്ട് പോകാം. അപ്പൊ നോമ്പറക്ക അവിടെ ഒന്നുമില്ല. അപ്പോഴാണ് ഒരാള് 2 കിറ്റേറ്റ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി പറഞ്ഞു. ആള് എന്നിട്ട് റാബിയത്തുൽ അദവി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ഈ കിറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് രാജാവ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞാണ്, ഇതിൽ 20 പത്തിരി ഉണ്ട് എന്ന് പറഞ്ഞു. 20. ഉടനെ റാബിയത്തുൽ അദവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, രാജാവ് കൊടുത്തയച്ച ഈ 20 പത്തിരി എനിക്കുള്ളതല്ല. ഒന്നാള് പറഞ്ഞു ഇത് റാബിയത്തുൽ അദവിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് കയ്യിലേൽപ്പിച്ചതാണ്. ബീവി, അത് നിങ്ങൾക്ക് തന്നെയാണ്, മടക്കരുതേ.
നിങ്ങളുടെ വീട്ടിൽ തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. അപ്പോഴും റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ തറപ്പിച്ച് ഉറപ്പിച്ച് വ്യക്തമായി കൃത്യമായി പറയുകയാണ്, റാബിയത്തുൽ അദവിയ്യ എന്ന പേരിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടാവാം, അവിടെ പോയി കൊടുക്ക്, ഇത് എനിക്കുള്ളതല്ല. കാരണം ഞാൻ കൊടുത്തത് 3 പത്തിരിയാണ്. മൻജാബിൽ ഹസനത്തി വലഹു അശ്റു അംസാലിഹാ. അല്ലാഹ് തിരിച്ചു തരികയാണെങ്കിൽ ഒന്നിന് 10 തിരിച്ചു തരണം. ഇതിൽ 20 പത്തിരിയേ ഉള്ളൂ. എനിക്കുള്ളതാണെങ്കിൽ 30 കിട്ടണം. അതാണ് അതിന്റെ കണക്ക്. 10 കമ്മിയാണ് മോനെ. അതുകൊണ്ട് 2 പത്തിരി സ്വതക്ക കൊടുത്ത ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകും റാബിയ എന്ന പേരിൽ. അവർക്കുള്ള 20 പത്തിരിയാണ് ഇത്. എനിക്ക് കിട്ടണമെങ്കിൽ 30. അതിന്റെ കണക്ക്. ഇതിൽ 10 കുറവാണ് എന്ന് പറഞ്ഞപ്പോഴാണ് കിറ്റുമായി വന്നവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബീവിത്താ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണേ. രാജാവ് എന്നെ ഏൽപ്പിച്ചത് 30 പത്തിരി തന്നെയാണ്. പക്ഷെ വഴിമധ്യേ ഞാൻ ചിന്തിച്ചു, നിങ്ങൾ ഒറ്റയ്ക്ക് 30 പത്തിരി എന്ത് ചെയ്യാനാണ്? അപ്പൊ 10 ഞാൻ എന്റെ മക്കൾക്ക് അങ്ങ് മാറ്റിവെച്ചതാണ്. നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത് 30 തന്നെയാണ്. ഇനി അത് എനിക്ക് വേണ്ട, അത് നിങ്ങളുടെ പത്തിരി തന്നെയാണ്. എന്നെ കേട്ട ഉമ്മമാരെ, എന്നെ കേട്ട പെങ്ങന്മാരെ, എന്നെ കേട്ട ചെറുപ്പക്കാരെ, പ്രവാസികള്, അള്ളാന്റെ ദീനിന് വേണ്ടി ഹാഫിളീങ്ങൾക്ക്, അലിമീങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് പത്തിരി എന്നത് സ്വതക്കയുടെ ഒരു പ്രതീകമാണ്. നാം അങ്ങ് ദാനധർമ്മം നടത്തിയാൽ ദുനിയാവിൽ സമ്പത്തിനത് ബർക്കത്താണ്, ശരീരത്തിനത് ബർക്കത്താണ്, സമയങ്ങൾക്കത് ബർക്കത്താണ്, നമ്മുടെ സന്താനങ്ങൾക്ക്, തലമുറകൾക്കത് ബർക്കത്താണ്. അതിന് പുറമേ അസ്വദഖത്തു തംനഉ മീതത്തസ്സൂ, പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി പടച്ചവൻ നൽകിയ പണത്തിൽ നിന്ന് അവന്റെ പൊരുത്തം തേടി കൊടുക്കുന്ന ആളുകളെ ആ സ്വതക്ക ചീഞ്ഞു നാറുന്ന മരണത്തിൽ നിന്ന് തടുക്കുമേ. നബിയുനാ റസൂലുള്ളാഹി അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ഈ വിശാലമായ കുന്നിന് പുറത്തിരുന്നു കൊണ്ട് സ്വർഗീയ ഭൂമികയിൽ നിന്ന് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവൾ വെച്ചുകൊണ്ട് വിഷമിക്കുന്ന ഹൃദയത്തിന്റെ തുടിപ്പായ അള്ളാന്റെ മുത്തായ ഉലകത്തിന്റെ നേതൃത്വമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മേലിൽ 50 ആഫലിയങ്ങളും ധാരാളം നാട്ടുകാരാണുങ്ങൾ, പെണ്ണുങ്ങൾ, ഉമ്മമാര് സംഘടിച്ച ഈ സദസ്സിൽ നിന്ന് ഈ രാവിന്റെ സമ്മാനമായ അതരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് സമർപ്പിക്കാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഉറക്കച്ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. പടച്ചവനെ സ്വലാത്ത് നീ കബൂലാക്കണേ അല്ലാഹ്. സ്വലാത്ത് നീ മുത്ത് ഹബീബിന്റെ പവിത്ര ഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ്. സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് കൽബ് തുറന്നു തരണേ അല്ലാഹ്. ഈമാനിക പ്രകാശം സന്നിവേശിപ്പിക്കണേ അല്ലാഹ്. നിന്നോട് അടുക്കാനുള്ള തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഇർസുജ്ബ്, അദാവത്ത്, ശഹവത്ത് ഒഴിവാക്കി തരണേ അല്ലാഹ്. അറ്റാക്ക്, ക്യാൻസറിൽ പെടുത്തല്ല അല്ലാഹ്. ട്യൂമറിൽ പെടുത്തല്ല അല്ലാഹ്. സ്ട്രോക്ക് വരുത്തല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്. ഈ ഹാഫിളീങ്ങൾക്ക് അരി കൊടുക്കുന്നവർ, തുണി കൊടുക്കുന്നവർ, സമ്പത്ത് കൊടുക്കുന്നവർ, ഭക്ഷണം കൊടുക്കുന്നവർ, അവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവർ, അവർക്ക് അധ്യാപനം നടത്തുന്നവർ, അതിന്റെ ഭാരവാഹികളായി ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവർ, പടച്ചവനെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഓരോ ആളുകൾക്കും അവരുടെ ഫീൽഡിൽ അർഹമായ
പ്രതിഫലം ഈ ലോകത്ത് സുരക്ഷിതത്വമായി, സന്തോഷമായി, സമാധാനമായി, ബർക്കത്തായി, ആഖിറത്തിൽ കുടുംബസമേതം സ്വർഗമായി നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി